കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസക് കൃഷ്ണായ ദത്തം മനഃ. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോऽസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ഏകോനചത്വാരിംശത്തമോऽധ്യായः. ശ്രീശുക ഉവാച. സുഖോപവിഷ്ടപര്യങ്കേ രാമകൃഷ്ണോരുമാനിത ലേഭേ മനോരഥാൻ സർവാൻ പഥിയാൻ സചകാരഃ. കിമലഭ്യം ഭഗവതി പ്രസന്നേ ശ്രീനികേതനെ തഥാപി തത്പരാ രാജൻ ന ഹി വാഞ്ചന്തി കിഞ്ചന. സായന്തനാശനം കൃത്വാ ഭഗവാൻ ദേവകീസുത സുഹൃത്സുവൃത്തം കംസസ്യ പപ്രച്ഛാന്യചികീർഷിതം. ശ്രീഭഗവാനുവാച. താത സൗമ്യാഗത കച്ചിത് സ്വാഗതം ഭദ്രമസ്തു വ അഭിസജ്ഞാതിബന്ധൂനാം അനമേവ വനാമയം. കിം नु न കുശലം പൃച്ഛേധമാനേ കുലാമയേ കംസേ മാതുലനാമ്യംഗ സ്വാനാം നസ്തത്പ്രജാസു ച. അഹോ അസ്മദഭൂദ്ഭൂരി പിതൃർവൃജനമാര്യയോ യദ്ധേതോ പുത്രമരണം യദ്ധേതോർബന്ധനം തയോ. ദിഷ്ട്യാദ്യദർശനം സ്വാനാം മഹ്യം വ സൗമ്യകാംക്ഷിതം സഞ്ജാതം വർണ്യതാം താത തവാഗമനകാരണം. ശ്രീശുക ഉവാച. പൃഷ്ടോ ഭഗവതാ സർവം വർണ്ണയാമാസ മാധവ വൈരാനുബന്ധം യദുഷു വസുദേവവധോദ്യമം. യത്സന്ദേശോ യദർത്ഥം വാ ദൂതഃ സംപ്രേഷിതഃ സ്വയം യദുക്തം നാരദേനാസ്യ സ്വജന്മാനഗദുന്ദുഭേ. ശ്രുത്വാ ക്രൂരവച കൃഷ്ണോ ബലശ്ച പരവീരഃ പ്രഹസ്യ നന്ദം പിതരം രാജ്ഞാദിഷ്ടം വിജജ്ഞതു. ഗോപാൻ സമാദിശത്സോവി ഗൃഹ്യതാം സർവഗോരസ ഉപായനാനി ഗൃഹ്ണീധ്വം യുജ്യന്താം ശകടാനി ച. യാസ്യാമശ്വോ മധുപുരീം ദാസ്യാമോ നൃപതേരസാൻ ദ്രക്ഷ്യാമ സുമഹത്പർവയാന്തി ജാനപദാ കില. യവമാഘോഷയക്ഷത്രാനന്ദഗോപസ്വഗോകുലേ ഗോപ്യസ്താസ്തത് ഉപശ്രുത്യ ബഭൂവുർവ്യദിതാ വൃശം. രാമകൃഷ്ണൗ പുരീം നേതുമക്രൂരം വ്രജമാഗതം. കാശ്ചിത്തത് കൃതഹൃത്താവ ശ്വാസമ്ലാനമുഖശ്രിയാ സ്രംസദ്ദുകൂലവലയ കേശഗ്രന്ഥ്യശ്ച കാശ്ചന. അന്യാശ്ച തദനുധ്യാനനിവൃത്താ ശേഷവൃത്തയ നാഭ്യജാനന്നിമം ലോകമാത്മലോകം ഗദാ ഇവ. സ്മരന്ത്യശ്ചാപരാ ശൗരേരനുരാഗസ്മിതേരിതാ ഹൃദി സ്പൃശച്ചിത്രപദാ ഗിര സമ്മുമുഹുസ്ത്രിയാ. ഗതിം സുലളിതാം ചേഷ്ടാം സ്നിഗ്ധഹാസാവലോകനം ശോകാമഹാനി നർമാണി പ്രോദ്ധാമചരിതാനി ച. ചിന്തയന്ത്യോ മുകുന്ദസ്യ ഭീതാവിരഹകാതരാ സമേതാ സംഘശ പ്രോജുരശ്രുമുഖ്യോ അച്യുതാശ്രയാ. ഗോപ്യ ഊചു. അഹോ വിദാതസ്തവന ക്വചിദ്ദയാ സംയോജ്യ മൈത്ര്യാ പ്രണയേന ദേഹിന താംശാകൃതാർത്ഥാൻ വ്യുനങ്ക്ഷ്യ പാർത്ഥകം വിക്രീഡിതം തേർഭഗചേഷ്ടിതം യഥാ
യസ്ത്വം പ്രദർശാസിതകുന്തളാവൃതം മുകുന്ദവക്ത്രം സുഖപോലമുന്നസം ശോകാപനോദസ്മിതലേശസുന്ദരം കരോഷി പാരോക്ഷമസാധു തേ കൃതം ക്രൂരസ്ത്വമക്രൂരസമാഖ്യയാസ്മനചക്ഷുർഹി ദത്തം ഹരസേ പദാജ്ഞവത് യേനൈകദേശേഖില സർഗസൗഷ്ഠവം ത്വദീയമദ്രാക്ഷ്മവയം മധുദ്വിഷാ നന്ദസൂനു ക്ഷണഭംഗസൗഹൃദ സമീക്ഷതേന സ്വകൃതാതുരാപദ വിഹായ ഗേഹാൻ സ്വദനാൻ സുതാൻ പതിം തസ്ദാസ്യമധോ ഭഗതാ നവപ്രിയ സുഖം പ്രഭാത രജനീയമാശിഷ സത്യാ ബഭൂവു പുരയോഷിതാം ധ്രുവം യാ സംപ്രവിഷ്ടസ്യ മുഖം വ്രജസ്പദേ പാസ്യന്ത്യപാങ്കോത്കരിതസ്മിതാസവം താസാം മുകുന്ദോ മധുമഞ്ജുഭാഷിതൈർഗൃഹീതചിത്തഃ പരവാന്മനസ്യഭി കഥം പുനർന പ്രതിയാസ്യതേ ബലാ ഗ്രാമ്യാ സലജ്ജസ്മിത വിഭ്രമൈർഭ്രമൻ അദ്യധ്രുവം തത്ര ദൃശോ ഭവിഷ്യത്തെ ദാശാർക്കഭോജാന്തകവൃഷ്ണിസാത്വതാം മഹോത്സവശ്രീരമണം ഗുണാസ്പദം ദ്രക്ഷ്യന്തി യേ ചാധ്വനി ദേവകീസുതം മൈത്വദ്വിധസ്യാ കരുണസ്യ നാമഭൂത് അക്രൂര ഇത്യേതദീവ ദാരുണ യോസാവനാശ്വാസ്യ സുദുഃഖിതം ജനം പ്രിയാത് പ്രിയം നേഷ്യതി പാരമധ്വനാ അനാർദ്രധീരേഷ സമാസ്ഥിതോ രഥം തമന്വമീചത്വരയന്തി ദുർമദാ ഗോപാ അനോഭിസ്തവിരൈരുപേക്ഷിതം ദൈവം ജനോദ്യ പ്രതികൂലമീഹതേ നിവാരയാമ സമുപേത്യ മാധവം കിം നോ കരിഷ്യൻ കുലവൃദ്ധബാന്ധവാ മുകുന്ദ സംഘാനിമിഷാർദ്ധദുസ്ത്യജാ ദൈവേന വിധ്വംസിത ദീനചേതസാം യസ്യാനുരാഗലളിതസ്മിതവൽഗുമന്ത്രലീലാവലോക പരിരംഭണരാസഗോഷ്ഠ്യാം നീതാസ്മന ക്ഷണമിവ ക്ഷണദാവിനാത്തം ഗോപ്യ കഥം നുദിതരേമ തമോ ദുരന്തം യോന്ന ക്ഷയേ വ്രജമനന്തസഖപരീതോ ഗോപൈർവിശൻ ഘുരരജച്ചുരിതാളകസ്രഗ് വേണും കൊണൻ സ്മിതകടാക്ഷ നിരീക്ഷണേന ചിത്തം ക്ഷിണോത്യമുമൃതേനു കഥം ഭവേമ. ശ്രീശുക ഉവാച ഏവം ബ്രുവാണ വിരഹാതുരാഭൃശം വ്രജസ്ത്രിയ കൃഷ്ണവിഷക്തമാനസ വിസൃജ്യ ലജ്ജാം ലുരുതു സ്മ സുസ്വരം ഗോവിന്ദ ദാമോദര മാധവേതി. സ്ത്രീണാമേവം രുദന്തീനാം ഉദിതേ സവിതര്യഥാ അക്രൂരശ്ചോദയാമാസ കൃതമൈത്രാദിഗോരഥം ഗോവാസ്തമന്വസജ്ജന്ത നന്ദാദ്യാശകടൈസ്തദാ ആദായോപായനം ഭൂരി കുംഭാൻ ഗോരസംഭൃതാൻ ഗോപ്യശ്ചാദൈദം കൃഷ്ണമനുവൃജ്യാനുരഞ്ജിതാ പ്രത്യാദേശം ഭഗവത കാംക്ഷന്ത്യശ്ചാവതസ്ഥിരേ താസ്തദാ തപ്യതിർവീക്ഷ്യ സ്വപ്രസ്ഥാനേ യദൂത്തമ സാന്ത്വയാമാസ സപ്രേമൈരായാസ്യ ഇതി ദൗത്യകൈ യാവതാ ലക്ഷ്യതേ കേതുർയാവദ്രേണൂരഥസ്യ ച അനുപ്രസ്ഥാപിതാത്മാനോ ലേഖ്യാനിവോപലക്ഷിതാ താ നിരാശാ നിവവൃതുർ ഗോവിന്ദ വിനിവർത്തനേ വിശോകാ അഹനീനിന്നുർഗായന്ത്യ പ്രിയചേഷ്ടിതം. ഭഗവാനഭി സംപ്രാപ്തോ രാമാക്രൂരയുധോ നൃപ രഥേന വായുവേഗേന കാളിന്ദീമഖനാശിനിം തത്രോപസ്പൃശ്യ പാനീയം പീത്വാ മൃഷ്ടം മണിപ്രഭം വൃക്ഷഷണ്ഡമുപവ്രജ്യ സരാമോ രഥമാവിശത് അക്രൂരസ്താ ഉപാമന്ത്ര്യ നിവേശ്യ ചരതോപരി കാളിന്ദ്യാഹൃതമാഗത്യ സ്നാനം വിധിവതാചരത് നിമജ്യ തസ്മിൻ സലിലേ ജപൻ ബ്രഹ്മസനാതനം താവേവ ദദൃശേ അക്രൂരോ രാമകൃഷ്ണൗ സമന്വിതൗ
തൗ രഥസ്ഥോ കഥമിക സുതാവാനകദുന്ദുഭേ തർഹിഷുസ്യന്തനേനസ്ത ഇത്യുന്മജ്ജഗചഷ്ടസാ തത്രാപി ച യഥാ പൂർവമാസീനൗ പുനരേവ സാ ന്യമജ്ജദർശനം യന്മേ മൃഷാ കിം സലിലേ തയോ ഭൂയസ്തത്രാപി സോദ്രാക്ഷീത് സ്തൂയമാനമഹീശ്വരം സിദ്ധചാരണഗന്ധർവേ അസുരൈർനഥ കന്ദരേ സഹസ്രശിരസം ദേവം സഹസ്രഫണമൗലിനം നീലാംബരം വിസശ്വേതം ശൃംഗൈ ശ്വേതമിവ സ്ഥിതം തസ്യോത്സംഗേ ഘനശ്യാമം പീതകൗശേയവാസസം പുരുഷം ചതുർഭുജം ശാന്തം പത്മപത്രാരുണേക്ഷണം ചാരുപ്രസന്നവദനം ചാരുഹാസനിരീക്ഷണം ശുഭ്രോന്നസം ചാരുകർണം സുഖപോലാരുണാധരം പ്രലംബപീവരഭുജം തുംഗാം സോരസ്ഥലശ്രിയം കമ്പൂകണ്ഠം നിമ്നനാഭിം വലിമത് പല്ലവോദരം ബൃഹത്കടിതടശ്രോണികരവോരുദ്വയാന്വിതം ചാരുജാനുയുഗം ചാരുജംഘായുഗളസംയുതം തുംഗകുൽഭാരുണനഖവ്രാതദീദിഭിർവൃതം നവാംഗുല്യം കുഷ്ടദളൈർവിലസൽപാദപങ്കജം സുമഹാർഹമണിവ്രാത കിരീടകടകാംഗദേ കടിസൂത്ര ബ്രഹ്മസൂത്രഹാര നൂപുരകുണ്ടലേ ഭ്രാജമാനം പത്മകരം ശംഖചക്രഗദാധരം ശ്രീവത്സവക്ഷസം ഭ്രാജത് കൗസ്തുഭം വനമാലിനം സുനന്ദനന്ദപ്രമുഖേ പാർഷദേ സനകാധിപി സുരേഷൈർബ്രഹ്മരുദ്രാദ്യൈർനവഭിശ്ചദ്യുജോത്തമേ പ്രഹ്ലാദനാരദവസുപ്രമുഖൈർഭാഗവതോത്തമേ സ്തൂയമാനം പൃഥഗ്ഭാവൈർഭജോ ഭിരമലാത്മഭിः ശ്രിയാ പുഷ്ട്യാ ഗിരാ കാന്ത്യാ കീർത്യാ തുഷ്ട്യേ ലയോർജയാ വിദ്യയാ വിദ്യയാ ശക്ത്യാ മായയാ ച നിഷേവിതം വിലോക്യ സുഭൃശം പ്രീതോ ഭക്ത്യാ പരമയായുധാ ഹൃഷ്യത്തനുരുഹോ ഭാവ പരിക്ലിന്നാത്മലോചന ഗിരാ ഗദ്ഗദയാ സ്തൗഷീത് സത്വമാലംബ്യ സാത്വത പ്രണമ്യ മൂർധ്നാ വഹിത കൃതാഞ്ജലിപുടശനൈ ശ്രീകൃഷ്ണായ നമോ നമഃ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ അക്രൂരപ്രതിയാനേ ഏകോനചത്വാരിംശത്തമോऽധ്യായः. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സദ്ഗുരവേ നമ. ഹരേ കൃഷ്ണ. ദശമസ്കന്ധം 39-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ അക്രൂരനോടുകൂടി മധുരയിലേക്ക് പോകുന്നതും അതിനെ തുടർന്ന് ഗോപികമാരെ വിരഹപീഡിതരാകുന്നതും അക്രൂരര് ജലത്തിൽ ഭഗവാനെ ദർശിക്കുന്നതും ഒക്കെയാണ് വർണ്ണിക്കുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ കംസന്റെ ആജ്ഞാപ്രകാരം രാമകൃഷ്ണന്മാരെ കൂട്ടിക്കൊണ്ടുവരുന്നതിനായിട്ട് അക്രൂരര് മധുരയിലേക്ക് പോകുന്നതിനെക്കുറിച്ചാണ് വർണ്ണിച്ചത്. ഇവിടെ ശ്രീശബ്രഹ്മർഷി പറയുകയാണ്, സുഖോപവിഷ്ട പര്യങ്കേ രാമകൃഷ്ണോരുമാനിത ലേഭേ മനോരഥാൻ സർവാൻ പഥിയാൻ സ ചകാരഃ. രാമകൃഷ്ണന്മാരാൽ പൂജിതനായി കഴിയുന്ന അക്രൂരരുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമായി തീർന്നു. ഭഗവാൻ പ്രസാദിക്കുകയാണെങ്കിൽ ഒരാളുടെ സർവ്വ ആഗ്രഹങ്ങളും സഫലമാകുമെങ്കിലും ഭഗവത് ഭക്തനായ ഒരാൾ ഭക്തി ഒഴിച്ചൊന്നും ആഗ്രഹിക്കില്ല. വൈകുന്നേരം ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുന്ന അക്രൂരനോട് എല്ലാം അറിയുന്ന ഭഗവാൻ ഒന്നും അറിയാത്തവനെ പോലെ ചോദിച്ചു, ചെറിയച്ഛ, അങ്ങേക്ക് സ്വാഗതം.
യാത്രയിൽ അങ്ങയ്ക്ക് വിഷമമൊന്നും ഉണ്ടായില്ലല്ലോ? മധുരയിൽ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എനിക്കറിയാം, ഞങ്ങളുടെ അമ്മാവനായ കംസൻ ഞങ്ങളുടെ കുലത്തിൻ്റെ മനോരോഗിയായിരിക്കുന്നു. അദ്ദേഹം രാജ്യം ഭരിക്കുന്ന സമയത്ത് പ്രജകൾക്ക് എന്ത് സൗഖ്യമാണുള്ളത്. ഞങ്ങൾ കാരണം നിരപരാധികളായ ഞങ്ങളുടെ അച്ഛനമ്മമാർ എത്രമാത്രം ദുഃഖം അനുഭവിച്ചു. കാരാഗൃഹവാസം, പുത്രമരണം ഇവയെല്ലാം അനുഭവിക്കാനിടയായത് ഞങ്ങൾ കാരണമായിരുന്നില്ലേ? സ്വന്തക്കാരനായ അങ്ങയെ കാണാൻ സാധിച്ചത് ഞങ്ങളുടെ ഭാഗ്യം തന്നെയാണ്. വളരെ കാലം കൊണ്ട് ഞാൻ ആഗ്രഹിച്ചിരുന്ന കാര്യം നടന്നിരിക്കുന്നു. എങ്കിലും അങ്ങ് ഇപ്പോൾ ഇവിടെ വന്നതിന് എന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ അത് പറഞ്ഞാലും. കൃഷ്ണൻ്റെ ചോദ്യം കേട്ട അക്രൂരർ കംസൻ്റെ കൊട്ടാരത്തിൽ നാരദമുനി വന്നതും അദ്ദേഹത്തിലൂടെ വിവരങ്ങൾ എല്ലാം അറിഞ്ഞതും അക്രൂരർ ഭഗവാനോട് പറഞ്ഞു. തന്നെ ദൂതനായി അയച്ചിരിക്കുന്നത് എന്തിനെന്നും തന്നോട് പറഞ്ഞയച്ചിരിക്കുന്ന സന്ദേശം എന്താണെന്നും ശ്രീകൃഷ്ണൻ വസുദേവപുത്രനാണെന്നും നാരദമുനി പറഞ്ഞതും അക്രൂരർ അവരോട് പറഞ്ഞു. അക്രൂരരുടെ വാക്കുകൾ കേട്ട കൃഷ്ണനും ബലരാമനും ചിരിച്ചു. അവർ നന്ദഗോപരോട് കംസമഹാരാജാവിൻ്റെ സന്ദേശത്തെ അറിയിച്ചു. തങ്ങളെ ധനുർയാഗത്തിന് കൂട്ടിക്കൊണ്ടു പോകാനാണ് ചെറിയച്ഛൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. തങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ഗൂഢാലോചനയെക്കുറിച്ചൊന്നും ആ രാമകൃഷ്ണന്മാർ നന്ദഗോപരോട് പറഞ്ഞില്ല. യാതൊരു സംശയവും കൂടാതെ ഗോപന്മാരോട് യാത്രയ്ക്ക് വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്യാൻ ഉപദേശിച്ചു. യാഗത്തിന് വേണ്ട സർവ്വതും, അതായത് പാല്, വെണ്ണ, തൈര്, ഗോരസങ്ങൾ, കാഴ്ചദ്രവ്യങ്ങൾ ഇവയെല്ലാം എടുത്തുകൊണ്ട് വണ്ടികൾ എല്ലാം ഒരുക്കുവാൻ വേണ്ട നിർദ്ദേശം കൊടുത്തു. മഹാരാജാവ് നടത്തുന്ന ധനുർയാഗത്തിന് നമ്മളെ ക്ഷണിച്ചിരിക്കുന്നു. നമുക്കെല്ലാവർക്കും മധുരയ്ക്ക് പോകണം. രാജാവിന് യജ്ഞത്തിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് ആ ഗോകുലം മുഴുവൻ നന്ദഗോപരെ അറിയിച്ചു. രാമകൃഷ്ണന്മാരെ മധുരയിലേക്ക് കൊണ്ടുപോകുവാൻ അക്രൂരർ വന്നിരിക്കുന്നു എന്ന വാർത്തയറിഞ്ഞ ഗോപികമാരെല്ലാം വളരെയധികം ദുഃഖിതകളായി തീർന്നു. ദുഃഖത്താൽ അവരുടെ മുഖമൊക്കെ വാടി അവരുടെ മുടിക്കെട്ടുകൾ അഴിഞ്ഞു വീണതോ ഒന്നും അവരറിഞ്ഞില്ല. ധ്യാനത്തിലിരിക്കുന്ന മുനിമാരെ പോലെ കൃഷ്ണനെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന അവർ ദേവകാര്യങ്ങൾ കൂടി മറന്നുപോയി. കൃഷ്ണൻ്റെ മനോഹരമായ ലീലകളെയെല്ലാം ചിന്തിച്ച് ഗോപികമാരെല്ലാം ഒത്തുചേർന്ന് പറഞ്ഞു. ഒരു 12 ശ്ലോകങ്ങളിലായിട്ടാണ് ആ ഗോപികമാരുടെ വാക്കുകളെ വർണ്ണിച്ചിരിക്കുന്നത്. അഹോ വിധാതസ്തവന ക്വചിദ്ദയാ സംയോജ്യ മൈത്രിയാ പ്രണയേന ദേഹിന താം ഛാകൃതാർത്ഥാൻ വിയുനക്ഷ്യ പാർത്ഥകം വിക്രീഡിതം തേർഭഗചേഷ്ഠിതം യഥാ. കൃഷ്ണൻ എന്താണിങ്ങനെ ദയാശൂന്യനെ പോലെ പെരുമാറുന്നത്? നമ്മളെയെല്ലാം പ്രേമപാശം കൊണ്ട് ബന്ധിച്ചത് അവൻ തന്നെയല്ലേ? എന്നിട്ടിപ്പോൾ അവൻ ഒരു കാരുണ്യവുമില്ലാതെ നമ്മളെ ഉപേക്ഷിച്ചു പോകുന്നത് എന്താണ്? മനോഹരമായ കാർകൂന്തൽ നാസിക, എപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന മുഖപങ്കജം, ഇവ കൊണ്ടെല്ലാം ഞങ്ങളുടെ ഹൃദയം കവർന്ന ശേഷം ഇപ്പോൾ ഉപേക്ഷിച്ചു പോകുന്നത് നീതിയാണോ? ഹേ ബ്രഹ്മാവേ, അങ്ങ് കൃഷ്ണൻ്റെ അതുല്യ സൗന്ദര്യം കണ്ടുകൊണ്ടല്ലേ ലോകത്ത് നാനാവിധ സൗന്ദര്യ വസ്തുക്കൾ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നിട്ടിപ്പോൾ അക്രൂരനായി വന്ന കൃഷ്ണനെ കവർന്നെടുക്കുന്നു. അങ്ങയുടെ പ്രവൃത്തി എത്രത്തോളം ക്രൂരത നിറഞ്ഞതാണ്. കൃഷ്ണൻ്റെ കടാക്ഷ വീക്ഷണാദികളിൽ മോഹിതരായ ഞങ്ങൾ ഗൃഹപുത്രാദികൾ സർവ്വതും വെടിഞ്ഞ് അദ്ദേഹത്തെ ശരണം പ്രാപിച്ചു. എന്നിട്ടിപ്പോൾ അദ്ദേഹം ഞങ്ങളെ കൈവടിയുന്നുവോ? സ്നേഹബന്ധങ്ങൾക്ക് ലോകത്ത് കുറച്ചു നേരത്തെ ആയുസ് മാത്രമേ ഉള്ളൂ.
മധുരാപുരിയിലെ സ്ത്രീകളുടെ മനോരഥം ഇന്ന് സഫലമായിരിക്കുന്നു. അവർക്ക് കൃഷ്ണൻ്റെ സുന്ദര രൂപം മതിവരുവോളം ദർശിക്കുന്നതിനുള്ള ഭാഗ്യം ലഭിച്ചുവല്ലോ. അവരുടെ മധുരഭാഷണം, ലജ്ജാപൂർവമായ ലീലകൾ, കടാക്ഷങ്ങൾ എന്നിവയിൽ ആകൃഷ്ടനായി കൃഷ്ണൻ ഗ്രാമത്തിലുള്ള സ്ത്രീകളായ നമ്മളെയെല്ലാം മറന്നുപോകും. കൃഷ്ണനെ ദർശിക്കാൻ കഴിയുന്നത് അവിടെയുള്ള ദാശാർഹൻ, ഭോജർ, അന്ധകർ, വൃഷ്ണികൾ മുതലായ സർവ്വജനങ്ങൾക്കും ഒരു മഹോത്സവമായിരിക്കും. ആർത്തചിത്തകളായ ഞങ്ങളെ ആശ്വസിപ്പിക്കാതെ കൃഷ്ണനെ കൊണ്ടുപോകാൻ നിൽക്കുന്ന അക്രൂരൻ യഥാർത്ഥത്തിൽ മഹാക്രൂരനാണ്. ഏത് വിഡ്ഢിയാണാവോ അദ്ദേഹത്തിന് അക്രൂരൻ എന്ന പേര് കൽപ്പിച്ചത്? അതാ കൃഷ്ണൻ തേരിൽ കയറി പോകാൻ ഒരുങ്ങി നിൽക്കുകയാണല്ലോ. ദുർമതാന്ധരായ ഗോപന്മാരും വണ്ടിയിൽ കയറി യാത്രയ്ക്കായി തിടുക്കം കൂട്ടുന്നു. നമ്മളോട് സ്നേഹമുള്ള ഗോകുലത്തിലെ വൃദ്ധന്മാർ കൂടി അവരെ തടയുന്നില്ലല്ലോ. ദൈവം ഇന്നു നമുക്ക് വിപരീതമായി തീർന്നിരിക്കുന്നു. നമ്മളിപ്പോൾ സ്ത്രീ സഹജമായ ലജ്ജ കൈവെടിഞ്ഞ് അവരെ തടുക്കുകയാണ് വേണ്ടത്. ഒരു നിമിഷം പോലും കൃഷ്ണനെ പിരിഞ്ഞിരിക്കാൻ കഴിയാത്ത നമ്മളെ ദൈവം കൂടി വഞ്ചിച്ചിരിക്കുകയാണ്. കൃഷ്ണൻ്റെ കടാക്ഷ വീക്ഷണങ്ങൾ അനുഭവിച്ചും തമാശകൾ കേട്ടും നമ്മൾ പല രാത്രികളും ഒരു നിമിഷം പോലെ കഴിച്ചു കൂട്ടിയില്ലേ? അങ്ങനെയുള്ള നമുക്ക് എങ്ങനെയാണ് വിരഹദുഃഖമാകുന്ന സാഗരം തരണം ചെയ്യാൻ കഴിയുക? ജ്യേഷ്ഠനായ ബലരാമനോടൊത്ത് രാത്രി സമയങ്ങൾ വൃന്ദാവനത്തിൽ കഴിഞ്ഞ് നമ്മയെല്ലാം ആനന്ദിപ്പിച്ച കൃഷ്ണനെ കൂടാതെ നമ്മൾക്ക് എങ്ങനെയാണ് നാളുകൾ കഴിച്ചു കൂട്ടുവാൻ സാധിക്കുന്നത്? ശ്രീ ശുബ്രഹ്മർഷി പറയുകയാണ്, ഇങ്ങനെ കൃഷ്ണവിരഹം മൂലം ഗോപികമാര് പലതും പലതും പറഞ്ഞുകൊണ്ടേയിരുന്നു. ദുഃഖിതരായ അവർ കൃഷ്ണ, ഗോവിന്ദ, ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചു. പ്രഭാതമായപ്പോൾ രാമകൃഷ്ണന്മാര് അക്രൂരർ തെളിക്കുന്ന തേരിൽ കയറി മധുരയിലേക്ക് യാത്ര തിരിച്ചു. തൈര് നിറച്ച കുടങ്ങളും മറ്റ് കാഴ്ചദ്രവ്യങ്ങളും കൊണ്ട് വഴിവാതിൽക്കൽ നിൽക്കുന്ന ഗോപികമാർക്ക് അദ്ദേഹം കടാക്ഷ സുഖം നൽകി. എന്നിട്ടും കരയുന്ന അവരെ സാന്ത്വനിപ്പിക്കാൻ താൻ ഉടനെ വരുമെന്നറിയിക്കുവാനായി ഭഗവാൻ ഒരു ദൂതനെ അയച്ചു. ഭഗവാന്റെ തേര് പോയ വഴിയെ മനസ്സ് അയച്ചുകൊണ്ട് ആ ഗോപികമാര് ഒരു ചിത്രമെന്ന പോലെ നിലകൊണ്ടു. ഭഗവാന്റെ തേർ കണ്ണിൽ നിന്നും മറഞ്ഞപ്പോൾ അവർ നിരാശരായി അവരവരുടെ ഗൃഹങ്ങളിലേക്ക് മടങ്ങിപ്പോയി. കൃഷ്ണൻ്റെ ചരിതത്തെ പാടിക്കൊണ്ടും ദൂതൻ വഴി ഭഗവാൻ പറഞ്ഞറിയിച്ചതിനെ ഓർമ്മിച്ചുകൊണ്ടും അവർ ഒരു വിധത്തിൽ നാളുകൾ കഴിച്ചുകൂട്ടി. രാമകൃഷ്ണന്മാർ സഞ്ചരിക്കുന്ന തേര് വായുവേഗത്തിൽ കുതിച്ചുകൊണ്ടിരുന്നു. കാളിന്തി തീരത്തെത്തിയപ്പോൾ അവർ ആ പുണ്യനദിയിൽ ചെന്ന് മതിവരുവോളം പരിശുദ്ധമായ ജലം പാനം ചെയ്തുകൊണ്ട് ക്ഷീണം തീർത്തു. പിന്നീട് അവർ ഒരു മരച്ചുവട്ടിലിരുന്ന് വിശ്രമിക്കുവാൻ തുടങ്ങി. ഈ സമയം അക്രൂരര് രാമകൃഷ്ണന്മാരുടെ അനുമതിയോടുകൂടി നദിയിലിറങ്ങി സ്നാനം ചെയ്യാൻ തുടങ്ങി. ഒന്നു മുങ്ങി പ്രണവം ജപിച്ച മുൻപോട്ട് നോക്കിയ അക്രൂരര് ജലമധ്യത്തിൽ നിൽക്കുന്ന രാമകൃഷ്ണന്മാരെ കണ്ട് അമ്പരന്നു. അതിയായ ആശ്ചര്യത്തോടുകൂടി അദ്ദേഹം കരയിലേക്ക് നോക്കിയപ്പോൾ രാമകൃഷ്ണന്മാർ അതാ ആ തേരിന് സമീപത്തിരിപ്പുണ്ട്. സംശയത്തോടുകൂടി അദ്ദേഹം ഒന്നുകൂടി മുങ്ങിയപ്പോൾ അദ്ദേഹം കാണുന്നത് ദേവഗന്ധർവ സിദ്ധചാരണാദികളാൽ സ്തുതിക്കപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആദിശേഷനെയാണ്. നീലവസ്ത്രം ധരിച്ചവനും 1000 ശിരസ്സുകളിൽ രത്നകിരീടം ധരിച്ചും ഒരു വെള്ളി മാമല പോലെ വിളങ്ങുന്ന ആദിശേഷമൂർത്തിയെ അക്രൂരർ വ്യക്തമായി കണ്ടു. ആ ആദിശേഷമൂർത്തിയുടെ മുകളിൽ പീതാംബരധാരിയായി 4 തൃക്കൈകളോടുകൂടിയവനുമായി മനോഹരമായ മുഖം, നാസിക,
പുരികക്കൊടികൾ, നേത്രങ്ങൾ, ചുവന്നു തുടുത്ത അധരങ്ങൾ, മുട്ടോളമെത്തുന്ന കരപല്ലവങ്ങൾ, തടിച്ച തോളുകൾ, ലക്ഷ്മീദേവിയുടെ ആവാസസ്ഥാനമായ വക്ഷസ്ഥലം, ശംഖു പോലുള്ള കഴുത്ത്, നിമ്നമായ നാഭിദേശം, പല്ലവം പോലുള്ള ഉദരം, അതിനെ അലങ്കരിക്കുന്ന വലിത്രയങ്ങൾ, തടിച്ച നിതംബ പ്രദേശം, തടിച്ച തുടകൾ, മനോജ്ഞങ്ങളായ ജാനുക്കൾ, ചുവന്നു തുടുത്ത കണങ്കാലുകൾ, ശോഭ പകരുന്ന നഖങ്ങൾ എന്നിവയോടു കൂടിയവനുമായും നാനാ ആഭരണങ്ങളും പൂണുനൂൽ, ശംഖചക്രഗധാ പത്മങ്ങൾ മുതലായവയും ധരിച്ചവനായി വക്ഷസ്ഥലത്ത് ശോഭിക്കുന്ന കൗസ്തുഭരത്നത്തോടു കൂടിയവനായും ബ്രഹ്മാവ്, ശിവൻ, ഇന്ദ്രൻ, സനകാദി മുനിമാർ, പ്രഹ്ലാദൻ, നാരദൻ തുടങ്ങിയവരാൽ സ്തുതിക്കപ്പെടുന്നവനായും സുനന്ദനന്ദാദി ഭൃത്യന്മാരാൽ സേവിക്കപ്പെടുന്നവനായും സ്ത്രീ, ഭൂമി, പുഷ്ടി, തുഷ്ടി, ഊർജ, കീർത്തി, വാണി, മായ, ശക്തി, കാന്തി, വിദ്യ, അവിദ്യ തുടങ്ങിയവയുടെ അധിഷ്ഠാന ദേവതകൾ മൂർത്തിമൽ ഭാവം പൂണ്ട് നാലുപാടും നിന്ന് സേവിക്കപ്പെടുന്നവനായും വാണരുളുന്ന പരംപുരുഷോത്തമനെ കണ്ട് അക്രൂരര് രോമാഞ്ചപുളകിതനായി നിന്നുപോയി. അല്പസമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആനന്ദാശ്രുക്കൾ പൊഴിയുന്ന നേത്രങ്ങളോടുകൂടി ഇടറുന്ന ശബ്ദത്തോടുകൂടി ഭഗവാനെ സ്തുതിക്കുവാൻ തുടങ്ങി എന്നും വർണ്ണിച്ചുകൊണ്ടാണ് ഈ അധ്യായം പൂർണ്ണമാകുന്നത്. അടുത്ത അധ്യായത്തിലാണ് ഭക്തനായ ആ അക്രൂരസ്തുതിയെ നമുക്ക് കേൾക്കാൻ സാധിക്കുക. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ.